നീ അവനെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകളിടുന്ന് ബഹളം ഉണ്ടാകും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ. ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതിവിടെ പോയി. നല്ല കണ്ണാടി കൊള്ളാല്ലേ? നീ ഇപ്പൊ ആളെ നോക്ക്. ചേട്ടാ പോലെ പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ. പിന്നിൽ നീന്റെ പിന്നിൽ കുട്ടപ്പനുള്ള എന്തേ താഴെല്ലാം പോയിട്ടാ. തിരിട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. അവന് വയറിന് നല്ല സുഖമല്ലേ? ഇത് വെച്ച് മുഖം മറക്കേ. വാ വാ. എന്തായാലും കൊള്ളാമല്ലേ? ചേട്ടാ, അവൻ ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിട്ട് വരാതിരിക്കൂ. ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ട് നടക്കുമ്പോ പുറത്ത് വെട്ട് നടക്കും. മുഹൂർത്തായി, മുഹൂർത്തായി. മേളം നോക്കട്ടെ. ഇമാം ധ്വമിന്ദ്രമേഡ്ഗസ്സുപുത്രാഗം ദുപകാം ഗുരം ദശാസ്യാം പുത്രാണാദേഹി പതിമേകാദസംഗ്രഥീ സർവമംഗളമാംഗല്യേ ദ്വേ സർവാർത്ഥദാതകേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്ക്, താലി വാങ്ങിക്ക്. ചേട്ടാ പിടിക്കണ്ട, 500 പിടിക്കട്ടെ. എന്നിട്ട് അയാളെ മക്കളും തമ്മിൽ തല്ലി ചാകട്ടെ. നമ്മളിത് ഇടപെടണ്ട. നീരാവട്ടെ, നീരാ. നിങ്ങളുടെ അവിടുത്തെ 500 നിങ്ങളെ മകൻ വന്ന് കണ്ടില്ലേ താലി കെട്ടാൻ? കൊല്ലടവനെ കൊല്ല. വേണ്ട, ആരും വേണ്ട. ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരീ നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം. അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനോ അല്ല.
മാലു എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടണ അവിടെ എടുത്ത താലി. അവിടെ എടുത്ത താലി കെട്ടാൻ. ഇല്ല, അച്ഛൻ പറയാണ്ട് ഞാൻ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു. ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. 500 പോലെ കെട്ടാ നീ. അങ്ങോട്ട് മാറേ, വേണം തുടങ്ങിക്കേ, തുടങ്ങേ. നിർത്തരുന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ. കെട്ടാനാ പറഞ്ഞത്. ആഹാ, നീ കെട്ടോ? താലി കെട്ടിപ്പറിച്ചു. ഇവിടെ കൊണ്ടുവന്നേ താലി. വിടില്ല. കൊണ്ടേ കൊടുക്കും. നീ വന്നുണ്ടോ? ഞാൻ തല്ല, എന്നെ കൊന്നാലും ഞാൻ തല്ല. നീ എവിടേക്കാ പോ? ഞാൻ തല്ല, തല്ല. ശരിയാ കൂടെ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റ്. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം. നന്മ. അച്ഛാ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എങ്ങും പോണ്ട. അച്ഛന്റെ കാല് വീഴ്. അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ, പോ. അച്ഛാ, ഞങ്ങൾക്കും കൂടി മാപ്പ് തന്നേക്ക്. മുതലാളി, വീടെത്തി. കേറി വേടാ മക്കളെ, കേറി വാ.